അതിവേഗം LPG അയക്കാൻ അമേരിക്ക. പശ്ചിമേഷ്യയിൽ തുടർന്ന സംഘർഷം ഇന്ത്യയുടെ ഊർജ്ജ സംഭരണ സംവിധാനത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മാറ്റത്തിന്റെ ഫലമായി ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും വലിയ അളവിൽ ദ്രവീകൃത പെട്രോളിയം വാതകം ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ പെട്രോളിയം ഉൽപ്പന്നം വാങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പരമ്പരാഗത ഗൾഫ് രാജ്യങ്ങളെ മറികടന്ന് അമേരിക്ക ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ LPG വിതരണക്കാരായി മാറിയിരിക്കുന്നു. അതേസമയം ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ഉപരോധങ്ങളും ഉണ്ടായിരുന്നിട്ടും റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരനായി തുടരുകയാണ്. ഡേറ്റ അനലിറ്റിക്സ് സ്ഥാപനമായ കെപ്ലറിന്റെ ഡേറ്റ പ്രകാരം 2026 മെയ് മാസത്തിൽ ഇന്ത്യയുടെ മൊത്തം LPG ഇറക്കുമതിയുടെ 55% അമേരിക്കയിൽ നിന്നായിരുന്നു. ഫെബ്രുവരിയിൽ ഇത് വെറും 14%. ഈ മാറ്റത്തിന് ഏറ്റവും വലിയ കാരണം ഇറാനെതിരായ US-ന്റെയും ഇസ്രായേലിന്റെയും യുദ്ധമാണ്. ഫെബ്രുവരി 28-ന് ഇരു രാജ്യങ്ങളും ഇറാനെ ആക്രമിച്ചു. ഇത് ഗൾഫ് മേഖലയിലുടനീളം നാശം വിതച്ച് ഒരു യുദ്ധത്തിന് തുടക്കമിട്ടു. എണ്ണ വാതക വിതരണത്തിന് സുപ്രധാന കടൽപാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ഈ യുദ്ധം ഊർജ്ജ വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചു. നിലവിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ദുർബലമായ ഒരു വെടിനിർത്തൽ നിലവിലുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഇപ്പോഴും പരാജയപ്പെട്ടിരിക്കുകയാണ്. LPGക്ക് ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ അമേരിക്കയിലേക്ക് തിരിഞ്ഞു. ഇന്ത്യ പരമ്പരാഗതമായി LPG ആവശ്യങ്ങൾക്കായി ഗൾഫ് രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നിരുന്നാലും യുദ്ധം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി കുറച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ LPG ഇറക്കുമതിയിൽ അവരുടെ സംയോജിത വിഹിതം ഫെബ്രുവരിയിൽ 81% മെയ് മാസത്തിൽ വെറും 16% കുറഞ്ഞു. മെയ് മാസത്തിൽ US-ൽ നിന്നും ഇന്ത്യയിലേക്കുള്ള LPG കയറ്റുമതി 73% ഉയർന്ന് ഏകദേശം 6,66,000 മെട്രിക് ടണ്ണായി. ഇത് ഗൾഫ് മേഖലയിൽ നിന്നുള്ള ചരക്കുകളുടെ കുത്തനെയുള്ള ഇടിവ് നികത്താൻ സഹായിച്ചു. വിതരണത്തിലെ തടസ്സങ്ങൾ ഇന്ത്യയെ ആഭ്യന്തരമായി കടുത്ത നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കി. പൈപ്പ്, പ്രകൃതിവാതക കണക്ഷനുകളുള്ള ഉപഭോക്താക്കൾക്ക് LPG സിലിണ്ടറുകൾ വാങ്ങുന്നത് സർക്കാർ അടുത്തിടെ പരിമിതപ്പെടുത്തുകയും ഗാർഹിക ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനായി ചില വ്യവസായങ്ങൾക്കുള്ള LPG വിതരണം കുറയ്ക്കുകയുമാണ് ചെയ്തത്. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചതും സ്ഥിതിഗതികൾ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. സർക്കാർ കണക്കുകൾ പ്രകാരം സംഘർഷത്തിന് മുൻപ് ഇന്ത്യയുടെ LPG ഉൽപാദനം പ്രതിദിനം ഏകദേശം 35,000 മെട്രിക് ടണ്ണിൽ നിന്നും 52,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ചു. ഇത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് ഒരു പരിധിവരെ കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇറക്കുമതി ഇപ്പോഴും രാജ്യത്തിന്റെ മൊത്തം ആവശ്യത്തിന്റെ ഏകദേശം 60% നിറവേറ്റുന്നു. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെയും സംഘർഷം ബാധിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി 24% വർദ്ധിച്ച് പ്രതിദിനം 1.95 ദശലക്ഷം ബാരലായി. ഇത് ഇന്ത്യയുടെ മൊത്തം അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഒരു പ്രധാന ഭാഗമാണ്. അതായത് പ്രതിദിനം ഏകദേശം 4.9 ദശലക്ഷം ബാരൽ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണം ഏതാണ്ട് നിലച്ചിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ റിഫൈനറികൾക്ക് ന്യായമായ വിലയ്ക്ക് റഷ്യൻ എണ്ണ വിതരണം ചെയ്യുന്നുണ്ടെന്ന് കെപ്ലർ വിശകലന വിദഗ്ധർ പറയുന്നു. വെനിസ്വേല, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകൾ ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ ഒമാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി 179% വർദ്ധിച്ചു. ഇത് ഇന്ത്യൻ ശുദ്ധീകരണശാലകൾ കടൽ വഴി രാജ്യത്തേക്ക് കൊണ്ടുവരാൻ എളുപ്പമുള്ള വിതരണക്കാരിലേക്ക്